ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീട് തൃശ്ശൂർ നടത്തറ റൂട്ടിൽ, അതായത് ആ നടത്തറ ജംഗ്ഷൻ, ആ സിഗ്നലിൻ്റെ അവിടുന്ന് വെറും 1.25 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. വീടിൻ്റെ മുൻവശത്തും രണ്ട് സൈഡിലും വീതി കൂടിയ ടാറിംഗ് റോഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല വീതി കൂടിയ ടാറിംഗ് റോഡാണ്. ബസ് റൂട്ടിലേക്ക് ഇവിടുന്ന് വെറും ഒരു 300 മീറ്റർ ദൂരം മാത്രമാണ് ബസ് റൂട്ടിലേക്ക് ആയിട്ടുള്ളത്. 5,850 സെൻറ്റ് സ്ഥലം, 2,100 സ്ക്വയർ ഫീറ്റിലെ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. നല്ലൊരു അടിപൊളി എലിവേഷനോട് കൂടി തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വീതി കൂടിയ സ്ലൈഡിംഗ് ഗേറ്റാണ് ഇവിടെ മുൻവശത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. 3 വണ്ടി ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീടിൻ്റെ മുൻവശത്തായിട്ട് തന്നെയുണ്ട്. വീതി കൂടിയ വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ വീടിന് മുൻവശത്തായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. മനോഹരമായ ടച്ച് വർക്കും വാം ലൈറ്റിങ്ങും നല്ലൊരു വെറൈറ്റി എലിവേഷനോട് കൂടി തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വടക്കോട്ട് ദർശനമായിട്ട് വാസ്തുവിധി പ്രകാരം തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വീതി കൂടിയ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വർക്കെല്ലാം ഫിനിഷിംഗ് ആയി. ഇനി കുറച്ച് ചെറുവക ഒതുക്കലുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞിരിക്കുന്നതാണ്. ഉപയോഗിച്ച മരങ്ങളെല്ലാം തേക്ക് മരത്തിലാണ്. ഡബിൾ പാളി ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കയറി വരുന്ന ലിവിംഗ് ഹാളാണിത്. നല്ലൊരു വീതി കൂടിയ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായ ഫോൾ സീലിംഗ് വർക്കും അതും ഫാനും LED ബൾബോട് കൂടി ഇവിടെ കൊടുത്തിരിക്കുന്നു. മൾട്ടിവുഡിൽ ഒരു അടിപൊളി TV യൂണിറ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ആർച്ചോട് കൂടി നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കും. നല്ല സ്പേസോട് കൂടി തന്നെയാണ് ഇവിടെ ഡൈനിങ് ഹാൾ കൊടുത്തിരിക്കുന്നത്. നല്ല വീതി കൂടിയ ഡൈനിങ് ടേബിളിട്ട് നമുക്ക് ഒരു 6, 7, 8 പേർക്കൊക്കെ ഇരിക്കാവുന്ന ചെയറിട്ടിരിക്കാവുന്ന സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ധാരാളം കബോർഡ് വർക്കുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകൾ. നല്ല വാം ലൈറ്റോടും ഫാനോടും കൂടി ഒക്കെ നല്ല ഡിസൈനിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിലാണ് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. പന്ത്രണ്ട് സൈസ് ബെഡ്റൂമാണ് ഇവിടെ അളവായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ വിൻഡോസിൻ്റെ 3 സൈഡും പാളികളായിട്ട് സെപ്പറേറ്റ് തുറക്കാവുന്ന രീതിയിലുള്ള വിൻഡോസാണ് ഇവിടെ കൊടുത്തത്. അതിവിടെയും ബെഡ്റൂമിലും മനോഹരമായ രീതിയിൽ തന്നെയാണ് സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിൽ ഒതുക്കിയിട്ട് അലമാരി വർക്ക് കൊടുത്തിരിക്കുന്നു. ഫുൾ ലെങ്ത്ത് അലമാരി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർത്ത് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം. സെറ എന്ന കമ്പനിയുടെ മെറ്റീരിയലാണ് ഇവിടെ ബാത്റൂം ഫിറ്റിങ്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും ഡൈനിങ് ഹാളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഉപയോഗിക്കുന്ന മരങ്ങളെല്ലാം തന്നെ തേക്കൂട്ടിൽ തന്നെയാണ്. ഇവിടെയും നല്ല വീതി കൂടിയ ടൈല്, ഒരു 3x4 സൈസാണ് ടൈലിൻ്റെ അളവ്. ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ വിൻഡോസ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
സീലിംഗ് വർക്കുകൾ നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ്. അതും ഫാനോട് കൂടി തന്നെയാണ്. എല്ലാ ബെഡ്റൂമുകളിലും ഹാളിലും സിറ്റ് ഔട്ടിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത് അലമാരയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ബാത്റൂമിൻ്റെ ഡോറ് കാണാത്ത വിധത്തിലാണ് ഒരു സൈഡിൽ ഡോറ് തുറന്ന് ബാത്റൂം ഡോറ് കാണാവുന്ന വിധത്തിൽ ഉള്ളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെ വാൾ ടൈലായി കൊടുത്തിരിക്കുന്നത്. അത് മപ്പോക്സിൽ കൂടി. കിച്ചൺ ഓപ്പൺ കിച്ചണായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല വെറൈറ്റി കിച്ചൺ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹാങ്ങിങ് ബൾബും വാൾ ലൈറ്റുകളും ഫാനും നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ധാരാളം കബോർഡ് വർക്കുകളാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സീലിംഗ് വർക്കുകളും ഫാനും കിച്ചണിലും കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്നത് ഒരു സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിലാണ് കബോർഡ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കും അതുപോലെ വാൾ ടൈലിൽ ടൈലെല്ലാം കൊടുത്തിട്ടുണ്ട്. ചുമരിൻ്റെ സൈഡിൽ ഗ്രാനൈറ്റ് തന്നെയാണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഒരു കോമൺ ബാത്റൂം. വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂം സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു. വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന ഭാഗമാണ്. 5,850 സെൻറ്റ് സ്ഥലമുണ്ട്. അതായത് 6 സെൻറ്റിന് കുറച്ച് പോയിന്റ് കുറവുള്ളൂ. ബാക്ക് സൈഡിലായിട്ട് വേസ്റ്റ് കത്തിനുള്ള ഒരു റിങ്ങാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുഡ് വേസ്റ്റ് മാത്രം കത്തിച്ചാൽ മതി. ബാക്കിയുള്ള പ്ലാസ്റ്റിക് ബാക്കിയുള്ള മുതലായവയൊക്കെ ഇവിടെ ഹരിതസേനയുടെ സ്ത്രീകൾ വന്നിട്ട് വണ്ടിയിൽ വന്ന് കൊണ്ടുപോകും. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും ഒരു 6-7 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്ക് ആയിട്ടുള്ളത്. വെള്ളത്തിനായിട്ട് ഓപ്പൺ വെല്ലാണ്. ധാരാളം വെള്ളമുള്ള ഒരു ഏരിയ തന്നെയാണ്. ഈ സമയത്തും ഈ വേനൽക്കാലത്തും ധാരാളം വെള്ളം കിട്ടുന്ന ഒരു കിണർ തന്നെയാണ്. അതുപോലെ 2018-19 കാലത്തൊന്നും വെള്ളം കയറാത്തൊരു ഭാഗം കൂടിയാണ്. നടത്തറ സിഗ്നലിൻ്റെ അവിടെ നിന്ന് വെറും 1,750, അതായത് 2 കിലോമീറ്റർ തികയില്ല, അത്ര അടുത്താണ്. $5,850 സെൻറ്റ് സ്ഥലത്ത് 2,100 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില വെറും 84 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ചെയ്യാവുന്നേ ഉള്ളൂ. വടക്കോട്ട് ദർശനമായിട്ട് വാസ്തുവിധി പ്രകാരം തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് മുകൾ വശത്തെ ഹാളാണ്. നല്ല സ്പേസോട് കൂടി തന്നെയാണ് ഇവിടെ ഹാള് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു TV യൂണിറ്റ് മുകളിൽ കൊടുത്തിരിക്കുന്നു. ഹാളിൽ ധാരാളം വർക്കുകളൊക്കെ ഉള്ള നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ വർക്കുകൾ, സീലിംഗ് വർക്കുകൾ, ഫാനും LED ബൾബും. സ്റ്റെയർ കയറി വരുന്ന ഭാഗത്തുള്ള ഭാഗത്തെ കാണുന്ന ഹാങ്ങിങ് ബൾബാണിത്. ധാരാളം പർഗോളയും LED ബൾബും കൂടി തന്നെ കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്തെ ബെഡ്റൂം, 3ാമത്തെ ബെഡ്റൂം. ഇവിടെയും ഒരു 14-12 സൈസ് ബെഡ്റൂമാണ് ഇവിടെ അളവായിട്ട് കൊടുത്തിരിക്കുന്നത്. വീതി കൂടിയ ടൈലാണ്. ഒരു 3-4 സൈസ് 4x4 സൈസും അതും അതിനേക്കാൾ വീതി കൂടിയ ടൈലുകളൊക്കെ ഓരോ ഭാഗങ്ങളിൽ വെറൈറ്റി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം. സെറ കമ്പനിയുടെ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെല്ലാ ബാത്റൂമിലും. ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് നമ്മൾ ഓപ്പൺ സിറ്റ് ഔട്ടിലേക്ക് ബാൽക്കണിയിലേക്ക് കിടക്കുന്നത്. മുകൾ വശത്തെ ബാൽക്കണി ടഫൻ ചെയ്ത ഗ്ലാസ്സാണ് ഫുൾ ലെങ്ത്തിലായിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 350 മീറ്റർ കഴിഞ്ഞാൽ ബസ് റൂട്ടായി. ഈ ബാൽക്കണിയിലും ധാരാളം
സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിരിക്കുന്നുണ്ട്. LED ബൾബോട് കൂടി തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂം. $5,850 സെൻറ്റ് സ്ഥലത്ത് 2,100 സ്ക്വയർ ഫീറ്റിലെ 4 ബെഡ്റൂമുള്ള ഈ വീടിന് 84 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. വില നെഗോഷ്യബിൾ ചെയ്യാവുന്നതാണ്. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 7 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. അവർ നടത്തുക ആ സെൻട്രലിൽ നിന്ന് വെറും ഒരു 1.25 കിലോമീറ്റർ ദൂരം. പള്ളി, അമ്പലം, സ്കൂള്, ഭാരത് വിദ്യാഭ്യാസ സ്കൂളൊക്കെ തൊട്ട് അത്രയ്ക്ക് ദൂരമില്ല, തൊട്ടടുത്ത് തന്നെയാണ്. ബാക്ക് സൈഡ് ഓപ്പൺ ടെറസാണ് മുകളിലത്തെ. മുകളിലേക്കുള്ള സ്റ്റെയർ ഒരു സൈഡിലായിട്ട് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനുള്ള പോയിൻ്റൊക്കെ ഈ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് താഴെയും കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും അതിനുള്ള പോയിൻ്റ് ഉണ്ട്. മൂന്ന് 4 വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക. ഈ റേറ്റിന് കുറവിൻ്റെയും കുറച്ച് കൂടുതലിൻ്റെയും ധാരാളം വീടുകൾ ഞങ്ങളുടെ കൈവശം തന്നെയുണ്ട്. ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. 35 ലക്ഷം രൂപ മുതൽ 2 കോടി രൂപ വരെ വിലയുള്ള വില്ലകൾ ഈ തൃശ്ശൂർ ടൗണിനോട് ചേർന്നിട്ട് ഞങ്ങളുടെ കൈവശമുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക. അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.